നമസ്കാരം. കുംഭമേളയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിരുന്നു. അതിന് ധാരാളം റിപ്ലൈസും വന്നിരുന്നു. പോയവരും പോകാനുള്ളവരും പോകണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നവരും അങ്ങനെ പല ആളുകളും പല ചോദ്യങ്ങളായിരുന്നു. അതിൽ പലരും പല വീഡിയോകൾ കണ്ട് കൺഫ്യൂഷനായിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് കുംഭമേളയിൽ ഒരു സ്പിരിച്വൽ വേയിൽ കുംഭമേളയുടെ ഭാഗമാവേണ്ടത് എന്ന് 99% ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. ഇതിൽ പലരും തന്നെ വീഡിയോ കണ്ടൊക്കെ ഇൻസ്പയർ ആയിട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ ആരുടെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്, അവർക്ക് കുംഭമേളയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ നോളേജ് ഉണ്ടോ, ഇനി സ്പിരിച്വൽ നോളേജ് ഉള്ളവരാണെങ്കിൽ തന്നെ അവർക്ക് കുംഭമേളയെക്കുറിച്ച് നോളേജ് ഉണ്ടോ എന്നൊന്നും പരിശോധിക്കാതെയാണ് പലപ്പോഴും നമ്മൾ അവരുടെ അഡ്വൈസ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി കുംഭമേളയ്ക്ക് പോയിട്ട് വന്ന നാട്ടിൽ തിരിച്ചെത്തിയ ആൾക്കാർ ഈ വീഡിയോ കാണരുത് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ വിഷമം ഉണ്ടായേക്കാം. ഇപ്പോൾ പോകാൻ തയ്യാറെടുക്കുന്നവരോ അല്ലെങ്കിൽ ഭാവിയിൽ പോകാൻ ആഗ്രഹമുള്ളവരോ മാത്രം ഈ വീഡിയോ കാണുക. പോയി വന്നവർ സങ്കടപ്പെടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കാണാം കേട്ടോ. കുംഭമേളയ്ക്ക് പോയി വന്നിട്ടുള്ള ആളുകൾ തന്നെ ചെറിയൊരു ശതമാനം ഒഴികെ മറ്റാരും തന്നെ എങ്ങനെയാണ് കുംഭമേളയിൽ പങ്കെടുക്കേണ്ടത് എന്ന് പോലും അറിയാതെ അവിടെ പോയി ആൾക്കൂട്ടത്തെ ആസ്വദിച്ച് കുളിച്ച് വന്നിട്ടുള്ള ആളുകൾ മാത്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെയാണ് കുംഭമേളയിൽ പങ്കെടുത്ത് പൂർണ്ണ അർത്ഥത്തിൽ കുംഭമേളയുടെ ഭാഗമാവേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. പ്രതികൂല സാഹചര്യമാവുമോ എന്നുള്ള ഭയം കൊണ്ട് ഇപ്പോൾ കുംഭമേളയ്ക്ക് പോകാൻ പാതി മനസ്സോടെ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് പോകാൻ അത്രമാത്രം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുക. ആകെ നിങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളി 3 ദിവസം എന്നുള്ളതാണ്. ആ 6 ദിവസം ട്രെയിനിൽ പോകുന്ന ആളുകൾക്ക്, ഫ്ലൈറ്റിൽ പോകുന്ന ആളുകൾക്കാണെങ്കിൽ ആ വിഷയം വരുന്നില്ല. ട്രെയിനിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ദിവസം എന്തായാലും വേണ്ടി വരും എന്ന് തന്നെ വിചാരിക്കുക. എങ്ങനെയെങ്കിലും കിട്ടുന്ന ട്രെയിനിൽ നിങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ധാരാളം സ്പെഷ്യൽ ട്രെയിനുകൾ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണ്ട്. ഏതിലെങ്കിലും അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. EQ റെക്കമെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എമർജൻസി കോട്ടയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല എങ്കിൽ കിട്ടുന്ന ട്രെയിനിന് വണ്ടിക്കോ വള്ളത്തിനോ എങ്ങനെയാച്ചാൽ നിങ്ങൾ മധ്യപ്രദേശോ ഉത്തർപ്രദേശോ എത്തുക. ഡയറക്റ്റ് ട്രെയിൻ നോക്കി ട്രെയിൻ ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. അത് പേഴ്സണലായിട്ട് ചോദിക്കുന്നവർക്കോ അല്ലെങ്കിൽ മെസ്സേജായിട്ട് വരുന്നവർക്ക് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക. ഒന്നല്ലെങ്കിൽ മധ്യപ്രദേശിലെത്താം, ഭോപ്പാലെത്താം, ഇറ്റാസി എത്താം. അതുപോലെ ദിവസം നമുക്ക് ഡൽഹിയിലേക്ക് ട്രെയിനുണ്ട്. ഡൽഹിയിൽ നിന്ന് UP നിങ്ങൾക്ക് പോകാം. അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക്. എങ്ങനെയെങ്കിലും ഉത്തർപ്രദേശ് റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്ന് പ്രയാഗ്രാജ് എത്തുക. പ്രയാഗ്രാജിൽ പ്രധാനമായിട്ട് 3-4 സ്റ്റേഷനുകളാണ് അടുത്തുള്ളത്. പ്രയാഗ്രാജ് ജംഗ്ഷൻ വരുന്നുണ്ട്, പ്രയാഗ്രാജ് സിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ ചൗക്കി ജംഗ്ഷൻ വരുന്നുണ്ട് പ്രയാഗ്രാജ് തന്നെ. ഇത് 3-ൽ ഏതെങ്കിലും ജംഗ്ഷനിൽ തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട ട്രെയിനുകളെല്ലാം തന്നെ ചെല്ലുക. കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ട്രെയിനുകളൊക്കെ കൂടുതൽ പോകുന്നത് ചൗക്കി ജംഗ്ഷനിലേക്കാണ്. പ്രയാഗ്രാജ് ജംഗ്ഷനിലേക്കും ട്രെയിനുകളുണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ ചൗക്കി മാത്രമാണ് കുറച്ച് ദൂരം, ബാക്കി രണ്ടും പിന്നെയും അടുത്ത് തന്നെയാണ്. കാരണം ചൗക്കി ജംഗ്ഷൻ എന്ന് പറയുന്നത് സംഗം സ്ഥാനത്ത് നിന്നും യമുന നദിയുടെ ഇപ്പുറത്തെ കരയിലായിട്ടാണ് ചൗക്കി ജംഗ്ഷൻ വരുന്നത്. ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും നിങ്ങളെ പലരും പറഞ്ഞ് പാനിക്കാക്കുന്ന പോലെ റെയിൽവേ സ്റ്റേഷൻ മുതൽ 14 കിലോമീറ്റർ നടക്കേണ്ടി വരും, 10 കിലോമീറ്റർ നടക്കേണ്ടി വരും, 8 കിലോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് വാഹനങ്ങളുണ്ടാവും. പിന്നെ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്നാന ദിവസങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ഓട്ടോയോ റിക്ഷകളോ അങ്ങോട്ട് അലൗഡല്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ എന്ന് പറഞ്ഞത് ബൈക്കോ മറ്റ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും. 100-200 രൂപ ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ബാർഗെയിൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കഴിവ്. ഇല്ലെങ്കിൽ അവർ പഴയ പോലെ ആളുകളെ നോക്കി കത്തിയായിട്ട് വാങ്ങുന്ന പൈസയൊന്നുമില്ല. അവർക്ക് നല്ല രീതിയിൽ തന്നെ അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ 100-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സംഗം സ്ഥാനിലേക്ക് പോവുക. നമ്മുടെ നാട്ടിലെ പോലെ ട്രിപ്പിൾസ് അടിക്കില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവർ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ട്രിപ്പിൾസ് അടിച്ചിട്ടാണെങ്കിലും നിങ്ങളെ അവിടെ കൊണ്ട് വിടും. അതായത് പെർ പേഴ്സണാണ് റേറ്റ് പറയുക. 100 രൂപയാണെങ്കിൽ 100 രൂപ, 200 രൂപയാണെങ്കിൽ 200 രൂപ. നിങ്ങളെ ബൈക്കിൽ നിങ്ങളെ സംഗം സ്ഥാനിലേക്ക് കൊണ്ടെത്തിക്കും. വണ്ടികൾക്കോ മറ്റു കാര്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പഞ്ഞവും അവിടെ ഇല്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുംഭമേളയിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സംഗം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം ത്രിവേണി സംഗമമായിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അതുകൊണ്ട് കൃത്യമായ പ്രയാഗ്രാജ് ത്രിവേണി സംഗമത്തിൽ തന്നെ കുളിക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുക. അവിടെ ചെന്ന് പുഴയുടെ തീരത്തെത്തി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് സംഗം ഏരിയ എന്ന് കൊടുക്കുക. സംഗം ഘാട്ടെന്നോ സംഗം സ്ഥാനെന്നോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥാനവും കാണിക്കും. അതുകൊണ്ട് സംഗം ഏരിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ സ്പോട്ട് ചെയ്ത് കിട്ടും. അവിടെയാണ് സന്യാസിമാരും ഒക്കെ വന്ന് സ്നാനം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ എത്താൻ വേണ്ടി പലപ്പോഴും നിങ്ങൾ എത്തിപ്പെടുന്നത് ചിലപ്പോൾ ഏതെങ്കിലും സംഗം ഘാട്ടുകളിലായിരിക്കും, അല്ലെങ്കിൽ സംഗം സ്ഥാനങ്ങളിലായിരിക്കും. അവിടെ നിന്ന് പുഴയുടെ ഇപ്പുറത്ത് വരാൻ ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. ഈ കുംഭമേളയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ചിട്ടുള്ള കുറേ പാലങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് വരാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നടക്കാനും വയ്യ എങ്കിൽ ഓട്ടോ എടുത്തിട്ട് നിങ്ങൾ അപ്പുറത്ത് വരാം. അപ്പോൾ എങ്ങനെയും അപ്പുറത്തെ സൈഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പുറത്താണ് എങ്കിൽ, അതല്ല നിങ്ങൾ ഓൾറെഡി
സംഗമേരിയുടെ സ്ഥാനത്താണെങ്കിൽ നിങ്ങൾ കുറച്ച് ദൂരം നടന്നാൽ മതിയാവും. മാക്സിമം പോയാലും 2 കിലോമീറ്റർ നടക്കേണ്ടി വരുള്ളൂ. കാരണം ഈ പറയുന്ന സംഗമേരിയിൽ നിന്നും ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നാഷണൽ ഹൈവേ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 17 കിലോമീറ്റർ 18 കിലോമീറ്റർ എന്നുള്ള നടക്കേണ്ടി വരുമെന്നുള്ള ചിന്താഗതി ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, സംഘം അല്ലെങ്കിൽ ഈ കുംഭമേളയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് തന്നെ 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുംഭനഗരിയിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ സംഗമേരിയോട് അടുത്ത് കഴിഞ്ഞാൽ പല പേരുകളിലായിട്ട് നമ്മൾ ആർച്ച് കാണാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ പല ആർച്ച് കാണാൻ പറ്റും. ഈ ആർച്ചിലൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുക. എന്താ പറയുക, നന്ദി ദ്വാർ, അതുപോലെ തന്നെ സംഗം ദ്വാർ, കശ്യപ് ദ്വാർ, അങ്ങനെ ഒരുപാട് ദ്വാർ കാണാൻ പറ്റും. അപ്പോൾ ഈ എൻട്രൻസിലൂടെ അല്ലെങ്കിൽ ഈ കമാനത്തിനിടയിലൂടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ സംഗം ഏരിയയിലേക്ക് അല്ലെങ്കിൽ ത്രിവേണി സംഗമത്തിലേക്ക്. അതിലേറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ഏരിയ ആണ് ഈ കശ്യപ് ദ്വാർ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു നീല നിറത്തിലുള്ള ഒരു കമാനം. മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളൊരു കമാനം. അത് കശ്യപ് ദ്വാർ എന്നാണ് അറിയപ്പെടുന്നത്. അല്പം തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നൊരു ഏരിയ കൂടിയാണിത്. 2025 കുംഭമേളയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ശിവാലയ പാർക്ക് എന്ന് പറയുന്നൊരു പാർക്കാണ്. സാധിക്കുന്നവർ അവിടെയും കൂടെ വിസിറ്റ് ചെയ്ത് കണ്ട് ആസ്വദിക്കുക. അതുപോലെ തന്നെ രാം മന്ദിരമുണ്ട്, പിന്നെ ബഡേ ഹനുമാൻ ക്ഷേത്രം, പ്രസിദ്ധമായ ബഡേ ഹനുമാൻ ടെമ്പിൾ അവിടെയുണ്ട്. പ്രയാഗ്രാജിൻ്റെ കുംഭനഗരിയുടെ ടൂറിസം മേഖലകളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമല്ല നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയത്തിൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചുള്ള കാര്യം, നിങ്ങൾ പ്രയാഗ്രാജിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒന്നില്ലെങ്കിൽ നേരെ വാരണാസിയിൽ പോവുക, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. അതും അല്ലെങ്കിൽ അവിടുന്ന് ഡൽഹിയിലേക്ക് പോയിട്ട് തിരിച്ച് ടിക്കറ്റ് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ പ്ലാൻ, സൗകര്യം, സമയം അതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് കുംഭമേളയുടെ ഭാഗമാകേണ്ടത്, പൂർണ്ണ അർത്ഥത്തിൽ ഭാഗമാവേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുതരാം. കുംഭമേളയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തെ കണ്ട് കുളിച്ചു വരിക എന്നുള്ളതല്ല. പകരം പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ആത്മീയമായി കുംഭമേളയുടെ ഭാഗമായ ശേഷം തിരിച്ചു വരാൻ ശ്രമിക്കുക. കുംഭമേളയെക്കുറിച്ച്, കുംഭമേളയുടെ ഐതിഹ്യത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, അതിൻ്റെ രീതികളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ചൊക്കെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും വായിക്കാനും കണ്ടറിയാനും അനുഭവിച്ചറിയാനും ഒക്കെ സാധിക്കുന്ന ധാരാളം സാഹചര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അഖാഡകളുടെ നിർദ്ദേശപത്രികകളിലും ചില മഠങ്ങളുടെ പത്രികകളിലും അല്ലാതെ മറ്റെവിടെയും എങ്ങനെയാണ് ഒരു കുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നതായി കേട്ടിട്ടില്ല. ഒരുപക്ഷെ ന്യൂജൻ വ്ലോഗർമാർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതൊരു കുംഭമേളയിലും സായി സ്നാൻ ദിവസങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും. അത് പരസ്യമായി അറിയിക്കുകയും ചെയ്യാറുണ്ട്. ആ ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ ആ ദിവസങ്ങളിൽ തന്നെ സ്നാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ സ്നാനം ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, എങ്കിലും ആ ദിവസങ്ങളിൽ സ്നാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, സ്നാനം കഴിയുന്നതിന് മുൻപോ ശേഷമോ എപ്പോഴും ആയിക്കോട്ടെ, നിങ്ങളുടെ സൗകര്യാനുസരണം ഏതെങ്കിലും ഒരു അഖാഡ സന്ദർശിക്കുക. കുംഭമേള നടക്കുന്ന പരിസരങ്ങളിലായി ധാരാളം അഖാഡകളുണ്ടാവും. അതായത് സന്യാസിമാരുടെ സമ്പ്രദായത്തെയാണ് അഖാഡകൾ എന്ന് പറയുക. ഓരോ സന്യാസിമാരും ഏതെങ്കിലുമൊക്കെ അഖാഡയുടെ ഭാഗമായിരിക്കും. അങ്ങനെ 13ഓളം അഖാഡകളുണ്ട്. ജുന അഖാഡ, മഹാനിർവാണി അഖാഡ, നിരഞ്ജനി അഖാഡ, അങ്ങനെ 13ഓളം അഖാഡകൾ ഈ ഓരോ കുംഭമേള സ്ഥലങ്ങളിലും ഉണ്ടാവും. അതുപോലെ പ്രയാഗ്രാജിലും ഇത്തരത്തിൽ തന്നെ 13 അഖാഡയ്ക്കും ഓരോ സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുണ്ടാവും. അവർ അവിടെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. നാഗസന്യാസിമാരെല്ലാം ആ മേഖലകളിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. നാഗസാധുക്കളെ കാണാനോ അഘോരി സാധുക്കളെ കാണാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്യാസിമാരെ കാണാനോ വേണ്ടി അല്ല നിങ്ങളോട് അങ്ങോട്ട് പോകാൻ പറയുന്നത്. ഓരോ അഖാഡകളുടെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെയെല്ലാം ഓരോ കൊടിമരങ്ങൾ കാണാനായിട്ട് സാധിക്കും. വളരെ ഉയരത്തിലുള്ള കൊടിമരങ്ങൾ. ഒരു സാധാരണ കൊടിമരമോ സാധാരണ ധ്വജമോ അല്ലാതെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു കൊടിമരമാണത്. ഓരോ അഖാഡകളുടെയും കീഴിൽ എത്ര മഠങ്ങളുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ കൊടിമരത്തിൻ്റെ ഉയരം. അതായത് ഒരു മഠത്തിന് 1 അടി ഉയരം എന്നുള്ള കണക്കനുസരിച്ചാണ് ആ കൊടിമരത്തിൻ്റെ ആകെ ഉയരം കണക്കാക്കുന്നത്. വെറുതെ ഒരു ഒഴുക്കമട്ടിലുള്ള തൂണായിരിക്കില്ല ഇതിനുള്ളത്. ഓരോ വടിക്കമ്പ് അതിന് ക്രോസായിട്ട് പടവുകളായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടാവും. എത്ര ശക്തിപീഡനങ്ങൾ കണക്കാക്കിയാണ് ആ ഓരോ കമ്പുകളും അതിന് ക്രോസ് ചെയ്ത് കെട്ടിയിട്ടുള്ളത്. ഈ കൊടിമരം എന്നത് 4 ദിശകളിലേക്ക് മാത്രമായിരിക്കും വലിച്ചു കെട്ടിയിട്ടുണ്ടാവുക. അത് 4 ശങ്കരാചാര്യന്മാരെയും 4 മഠങ്ങളെയും അതുപോലെ തന്നെ 4 വേദങ്ങളെയും ചതുർവേദങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചരടിലാണ് അല്ലെങ്കിൽ കയറിലാണ് ഈ കൊടിമരത്തിൻ്റെ നിലനിൽപ്പ് എന്നത്. അതുപോലെ ആ ധ്വജത്തിനും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നിരഞ്ജനി അഖാഡയുടെ കൊടിമരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 18 മഠങ്ങളാണ് നിരഞ്ജനി അഖാഡയിലുള്ളത്. അതുപോലെ തന്നെ അഷ്ടദിക്പാലകരായിട്ടുള്ള ആളുകളെ മഠാധിപതി സ്ഥാനത്താണ് കണ്ടുവണങ്ങുന്നത്. ഈ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും സന്യാസിമാരും സാധുക്കളും അവിടെ ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ കുംഭമേള നടക്കുന്ന ഏതൊരു ദിവസവും ഏതു സമയത്തും നിങ്ങൾക്ക് അവിടെ ചെല്ലാം. ആ കൊടിമരത്തെ നമസ്കരിക്കാം. കൊടിമരച്ചോട്ടിൽ ശിവലിംഗമായിട്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ എപ്പോഴും സങ്കല്പമുണ്ടാവും. അതിനെയെല്ലാം വണങ്ങുക. ശേഷം കൊടിമരത്തെ വലം വയ്ക്കുക. കുംഭമേളയ്ക്ക് പോകുന്ന ഏതൊരു വ്യക്തിയും ഇത് നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ആചാര്യ മഹാമണ്ഡലേശ്വർമാരെ കാണാൻ സാധിക്കണമെന്നില്ല. കാണാൻ സാധിച്ചാൽ നല്ലത്. അതല്ല എങ്കിൽ മണ്ഡലേശ്വർമാർ, അത് മഹാമണ്ഡലേശ്വർമാർ, അങ്ങനെ വലിയൊരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇവർക്കൊപ്പം അന്നദാനത്തിൽ പങ്കെടുക്കാനായിട്ട്, അതായത് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഓരോ അഖാഡയിലും ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിരിക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അത് തിരക്കിനനുസരിച്ച് അത് പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകൾ പങ്കെടുക്കുക. അതല്ല, അതിനൊന്നും സാധിക്കില്ല, അതിനുള്ള നമുക്കൊരു സാവകാശവും സാഹചര്യങ്ങളും ഇല്ല എങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരാൾക്ക് ഉള്ള അന്നദാനത്തിനുള്ള, ഒരു നേരത്തെ ആഹാരത്തിനുള്ള സാമ്പത്തികമായിട്ടോ അല്ലാതെയോ സഹായിക്കുക. പണ്ട് ആളുകൾ പണമായിട്ടായിരുന്നില്ല, അരിയായിട്ടൊക്കെ കൊടുത്തിരുന്നു. ഇന്നും നിങ്ങൾ കൊടുക്കുന്ന അരി സ്വീകരിക്കാൻ അവിടെ ധാരാളം ഭിക്ഷക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കത് ഇത്രയും ദൂരെ നിന്ന് പോകുന്ന ആളുകൾക്കത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു 50 രൂപയാണെങ്കിൽ 50 രൂപ ഒരു അഘോരി സാധുവിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസിക്കോ ഏതെങ്കിലും ഒരു ഭിക്ഷക്കാർക്കോ ദാനം ചെയ്യുക. അതല്ല ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. അങ്ങനെ ആയാലും മതി. ഇങ്ങനെ ചെയ്യുന്നവരോട് ഒരു റിക്വസ്റ്റ് കൂടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള നാണയമോ പൈസയോ എടുത്ത് ഗംഗയിലേക്കോ യമുനയിലേക്കോ ഒന്നും എറിയരുത്. പലരും അത് ചെയ്യുന്നുണ്ടാവാം. ദയവ് ചെയ്തിട്ട് അവരെ തിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ അവരെ തിരുത്തി കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. ആ നാണയത്തുട്ടുകൾ ഏതെങ്കിലും ഭിക്ഷക്കാർക്ക്, ഭിക്ഷ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രൊഫഷനാക്കിയ ആൾക്കാർക്കല്ല, അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക. അങ്ങനെ അന്നദാനമാണ് എന്ന സങ്കല്പത്തിൽ അത് നിങ്ങൾ ദാനം ചെയ്തിട്ട് വരിക. പിന്നെയും മറ്റു പല കാര്യങ്ങളുണ്ട്. സേവ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അവിടെ സേവ ചെയ്യാം. അപ്പോൾ അതൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതിലൊക്കെ ധാരാളം ആളുകൾ ഇന്ന് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരെ നിന്ന് പോകുന്ന ആളുകൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. 1, 13 അഖാഡകളിൽ ഏതെങ്കിലും ഒരു അഖാഡ സന്ദർശിക്കുക. അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊടിമരം വണങ്ങുക. അതെന്താണ് എന്ന് മനസ്സിലാക്കി ഓർത്തുകൊണ്ട് ആ സങ്കല്പത്തിൽ വണങ്ങുക. ശക്തിപീഠങ്ങളെയും അതുപോലെ തന്നെ ചതുർവേദങ്ങളെയും ചതുർമഠങ്ങളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ആ കൊടിമരത്തെ വണങ്ങുക, ധ്വജത്തെ വണങ്ങുക. മഠാധിപതികളെയും ശങ്കരാചാര്യർ മുതൽ ഇങ്ങോട്ടുള്ള ആചാര്യന്മാരെയും എല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് ആ കൊടിമരം എന്ന് പറയുന്നത്. അതിൻ്റെ ചരട് പോലും എന്താണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അത് വണങ്ങുക. രണ്ടാമത്തേത് കഴിയുമെങ്കിൽ അന്നദാനം നടത്തുക, അന്നദാനത്തിൽ പങ്കെടുക്കുക, ഭിക്ഷ സ്വീകരിക്കുക. മൂന്നാമത്തേത് സ്നാനമാണ്. അത് സ്നാന ദിവസങ്ങളിൽ സ്നാനം നടത്താൻ പറ്റിയാൽ നടത്തുക. അതല്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ദിവസം സ്നാനം നടത്തുക. ഇത് 3 പൂർത്തീകരിച്ച് തിരിച്ചു മടങ്ങുക. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ വ്ളോഗറോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന ഉദ്ദേശമോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇതിലെ പല വീഡിയോകളും സാമാന്യത്തിൽ താഴെയുള്ള ക്വാളിറ്റിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. കൂടുതലായി എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള ആളുകളോ സംശയമുള്ള ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. കമൻ്റായിട്ടോ അല്ലാതെയോ ഒക്കെ നേരിട്ടോ ഒക്കെ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭംഗിയായി പോവുക. ഇത്തവണ പോയി വന്ന ആളുകൾ അടുത്ത കുംഭമേള 2028 ഉജ്ജയിനിൽ വരുന്നുണ്ട്. ആ കുംഭമേളയിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പൂർണ്ണമായി കുംഭമേളയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമസ്കാരം.